നമസ്കാരം. മാംസഭുക്കുകളായ മാർജാര കുടുംബത്തിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ജീവിയാണ് കടുവ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വലിപ്പമനുസരിച്ച് തൻ്റെ എതിരാളിയെ വിലയിരുത്താത്ത ജീവി കൂടിയാണിത്. കാട്ടുപോത്ത്, കാട്ടുപന്നി, കേഴമാൻ മുതലായ മൃഗങ്ങളാണ് സാധാരണയായി കടുവകളുടെ ഭക്ഷണമായി തീരുന്നത്. എന്നാൽ ചുരുക്കം സന്ദർഭങ്ങളിൽ കാണ്ടാമൃഗത്തെയും എന്തിനേറെ ആനയെപ്പോലും ഇവ വേട്ടയാടും. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകടുവയ്ക്ക് 200 കിലോഗ്രാമെങ്കിലും ഭാരമുണ്ടാകും. 300 കിലോഗ്രാമിലധികം ഭാരമുള്ള കടുവകളും അപൂർവമല്ല. ഇന്ത്യയിൽ 1967 വെടിവെച്ചു കൊന്ന ഒരു കടുവയ്ക്ക് 390 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. പെൺകടുവകൾ സാധാരണ 180 കിലോഗ്രാമിലധികം ഭാരം വയ്ക്കാറില്ല. 3 മീറ്ററാണ് ആൺകടുവകളുടെ ശരാശരി നീളം. പെൺകടുവകൾക്കിത് 2.5 മീറ്ററായി കുറയും. 5 മീറ്ററോളം ഉയരത്തിൽ ചാടാനും 10 മീറ്ററോളം നീളത്തിൽ ചാടാനും കടുവകൾക്ക് കഴിവുണ്ട്. സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടിയുള്ള ഇരകളെ കീഴടക്കാനും കടത്തിക്കൊണ്ടുപോകുവാനും കടുവകൾക്ക് വളരെ നിസ്സാരമായി സാധിക്കും. ശരീരത്തിൻ്റെ 1/3 ഭാരമുള്ള ഇരകളെയും കൊണ്ട് 2 മീറ്ററിലധികം ഉയരത്തിൽ ചാടാനും കടുവകൾക്ക് കഴിവുണ്ട്. 12 വർഷമാണ് കടുവയുടെ ആയുർദൈർഘ്യം. എന്നാൽ 19 വയസ്സ് വരെ ജീവിച്ച മച്ചലി എന്ന ബംഗാൾ കടുവയാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച കടുവ. ഏറ്റവും കൂടുതൽ തവണ ഫോട്ടോകളിൽ പകർത്തപ്പെട്ട കടുവ, വിനോദസഞ്ചാരികളെ ആകർഷിച്ച് പ്രതിവർഷം $10 മില്യൺ രാജ്യത്തിന് സമ്മാനിച്ചിരുന്ന കടുവ തുടങ്ങിയ ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ കടുവയാണ് മച്ചലി. കടുവകളുടെ രാജ്ഞി, രൺതംബോറിലെ രാജ്ഞി, മുതലകളുടെ അന്തക എന്നൊക്കെയുള്ള പല വിളിപ്പേരുകളും മച്ചലിക്കുണ്ടായിരുന്നു. മനുഷ്യന് വിരലടയാളം പോലെയാണ് കടുവകളുടെ ദേഹത്തുള്ള പരകളുടെ പാറ്റേണും. ഒരു കടുവയുടെ പാറ്റേൺ മറ്റൊരു കടുവയിൽ കാണാൻ സാധിക്കില്ല. മച്ചലിയുടെ മുഖത്തുള്ള മത്സ്യത്തോട് സാമ്യമുള്ള പാറ്റേണാണ് അവൾക്ക് മച്ചലി എന്ന പേര് ലഭിക്കുവാൻ തന്നെ കാരണം. ഹിന്ദിയിൽ മച്ചലി എന്നാൽ മത്സ്യം എന്നാണ് അർത്ഥം. 1997 വസന്തകാലത്താണ് രാജസ്ഥാനിലെ രൺതംബോർ നാഷണൽ പാർക്കിൽ മച്ചലി ജനിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ അവൾ സ്വന്തമായി വേട്ടയാടാൻ തുടങ്ങി. 1999 മുതൽ 2006 വരെയുള്ള 7 വർഷത്തിനിടയിൽ മച്ചലിയുടെ സന്തതികൾ രൺതംബോർ നാഷണൽ പാർക്കിലെ കടുവകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഒടുവിൽ പാർക്കിലെ കടുവകളിൽ 60% മച്ചലിയുടെ വംശപരമ്പരയിൽ പെട്ടവയായിരുന്നു. 2008 അവളുടെ 2 പെൺകുഞ്ഞുങ്ങളെ സരിസ്ക ടൈഗർ റിസർവിലേക്ക് മാറ്റുകയും ആ പാർക്കിലെ കടുവകളുടെ എണ്ണം വിജയകരമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വേട്ടയാടാനുള്ള കഴിവിനും ശക്തിക്കും പേരുകേട്ടവളായിരുന്നു മച്ചലി. 2003 തൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാനെത്തിയ 14 അടി നീളമുള്ള മഗ്ഗർ മുതലയെ അവൾ കൊന്നുകളഞ്ഞു. പോരാട്ടത്തിൽ അവൾക്ക് 2 പല്ലുകൾ നഷ്ടപ്പെട്ടു. ആൺകടുവകൾ ഇണചേരാൻ എത്തുമ്പോൾ പെൺകടുവയ്ക്കൊപ്പമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പതിവാണ്. എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ മച്ചലി പാറ പോലെ ഉറച്ചു നിന്നു. തൻ്റെ 2 മടങ്ങ് വലിപ്പമുള്ള ആൺകടുവകളെ പോലും അവൾ എതിർത്ത് നിന്നു. അവയെ മലർത്തിയടിച്ചു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കടുവകളുടെ റാണിയായി, രൺതംബോറിൻ്റെ ചക്രവർത്തിനിയായി മച്ചലി അറിയപ്പെടാൻ തുടങ്ങിയത്. മച്ചലിയെ കാണാൻ മാത്രമായി നിരവധി വിനോദസഞ്ചാരികൾ രൺതംബോർ നാഷണൽ പാർക്കിലേക്ക് ഒഴുകിയെത്തി. പ്രതിവർഷം $10 മില്യൺ വരുമാനമാണ് അവൾ രാജ്യത്തിന് നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യക്ക് ഗണ്യമായ വരുമാനം നേടിക്കൊടുത്ത മച്ചലിക്ക് ട്രാവൽ ഓപ്പറേറ്റർമാരുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പോലും നൽകി. അവളുടെ സംഭാവനകൾ കണക്കിലെടുത്ത് 2013 ഇന്ത്യൻ സർക്കാർ ഒരു സ്മരണിക തപാൽ കവറും സ്റ്റാമ്പും പുറത്തിറക്കി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത കടുവയായി മച്ചലി കണക്കാക്കപ്പെടുന്നു. നാഷണൽ ജിയോഗ്രാഫിക്, അനിമൽ പ്ലാനറ്റ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത ടൈഗർ ക്വീൻ എന്ന പേരിൽ അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ഉൾപ്പെടെ നിരവധി വന്യജീവി ഡോക്യുമെൻ്ററികളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. 2012 BBC നാച്ചുറൽ വേൾഡിൽ ക്വീൻ ഓഫ് ടൈഗേഴ്സ് നാച്ചുറൽ വേൾഡ് സ്പെഷ്യൽ എന്ന എപ്പിസോഡിൽ മച്ചലിയുടെ കഥ സംപ്രേഷണം ചെയ്തു. 2014 തുടക്കത്തിൽ മച്ചലി അവളുടെ പതിവ് പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷയായി. 200-ലധികം വരുന്ന പാർക്ക് ജീവനക്കാർ നടത്തിയ തിരച്ചിലിൽ അവളെ കണ്ടെത്തി. ഏകദേശം 1 മാസത്തിന് ശേഷമാണ് അവളെ കണ്ടെത്തുന്നത്. അന്ന് അവൾ നല്ല ആരോഗ്യമുള്ളതായി കാണപ്പെടുകയും ചെയ്തു. കാണാതാകുന്നതിന് മുൻപ് പാർക്കിലെ ജീവനക്കാർ ഭക്ഷണം നൽകിയെങ്കിലും അവൾ സ്വയം ഇരയെ വേട്ടയാടി നിബിഡ വനത്തിൽ അതിജീവിച്ചു. 2016 പ്രായാധിക്യം മൂലം മച്ചലിക്ക് മിക്കവാറും എല്ലാ പല്ലുകളും ഒരു കണ്ണിലെ കാഴ്ചയും നഷ്ടപ്പെട്ടു. പതിയെ അവൾക്ക് അവളുടെ സാമ്രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. സ്വയം വേട്ടയാടാൻ അവൾക്ക് കഴിയാതെ വന്നതിനാൽ പാർക്ക് ജീവനക്കാർ അവൾക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി. 2016 ഓഗസ്റ്റോടെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി. 2016 ഓഗസ്റ്റ് 18 പ്രായാധിക്യത്താൽ മച്ചലി മരിച്ചു. അന്നവൾക്ക് 19 വയസ്സായിരുന്നു. പരമ്പരാഗത ഹിന്ദു ആചാരങ്ങൾ പാലിച്ചാണ് അവളെ സംസ്കരിച്ചത്. 8 വർഷങ്ങൾക്കിപ്പുറവും രൺതംബോർ നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് ഇന്നും മച്ചലിയുടെ പേരിലാണ്. മച്ചലിക്ക് മുൻപോ ശേഷമോ അതുപോലൊരു കടുവ ഇന്ത്യയിലോ ലോകത്തോ ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്.
വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.